ദൈനംദിന ജീവിതത്തിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാഹനങ്ങളെയാണ് നമ്മൾ കമ്മ്യൂട്ടർ ബൈക്കുകൾ എന്ന് പറയുന്നത്. ആ കമ്പ്യൂട്ടർ ബൈക്കുകളുടെ ശൃംഖലയിൽ ഹീറോ മോട്ടോർ കോർപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെയാണ് നമ്മളുള്ളത്. അതാണ് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ പാഷൻ പ്രോ എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് പല ഉപയോഗങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഹീറോ മോട്ടോർ കോർപ്പ് എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഡീക്കേഡ്സുകളായിട്ട് വാഹന ലോകത്ത് സജീവമായിട്ടുള്ളൊരു ബ്രാൻഡാണ് ഹീറോ എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ വാഹനങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം നമ്മളൊക്കെ ചെറുപ്പകാലം മുതലേ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഹീറോ എന്നുകൂടി നമുക്കിതിൻ്റെ കൂടെ പറയേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പാഷൻ പ്രോയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാഷൻ പ്രോയേക്കാളും പുതിയ പാഷൻ പ്രോ ഭയങ്കര യങ് ആൻഡ് വൈബ്രൻറ്റ് ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഗ്ലാമറായിട്ട് ഈ ഒരു മോഡൽ വന്നിട്ടുണ്ട് എന്ന് പറയാം. അതൊരു എടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മൾ ഈ ഒരു ലുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. കാരണം പ്രത്യേകിച്ച് ഒരു ട്രിപ്പിൾ ടോൺ കളർ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്, അതുപോലെ റെഡ്, യെല്ലോ തുടങ്ങിയിട്ട് ഒരുപാട് കളറുകളുണ്ട്. ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. അതായത് ആ ഒരു ട്രിപ്പിൾ ടോൺ ട്രീറ്റ്മെൻറ്റ് നല്ല മനോഹരമാണ് എന്ന് പറയേണ്ടി വരും. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡ് ലാമ്പ് യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു ഹാലജൻ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വെട്ടം, അതായത് വെളിച്ചം നന്നായിട്ട് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ കാണാം. ഇൻഡിക്കേറ്റേഴ്സിനെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ആയിട്ടാണ്, അതായത് നമ്മുടെ ബൾബ് സിസ്റ്റത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളതെന്ന് പറയാം. ഇവിടെ നമുക്ക് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഒരു 3D ലോഗോ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. താഴെ നമ്മുടെ മഡ് ഗാർഡും കാര്യങ്ങളും കാണാം. അതുപോലെ നമ്മുടെ സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് സസ്പെൻഷൻ്റെ ഈ ട്രാവൽ ശരിക്കും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും 13% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻക്രീസ് നമുക്ക് ശരിക്കും ഡ്രൈവിൽ ഭയങ്കര കംഫർട്ട് വരും എന്നുള്ളതാണ് സസ്പെൻഷൻ്റെ പ്രവർത്തനം. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു റിഫ്ലക്ഷൻ യൂണിറ്റ് കാണാം. ഡിസ്ക് ബ്രേക്കിൻ്റെ ഒരു ഭാഗവും നമുക്കിവിടെ കാണാൻ കഴിയും. 18 ഇഞ്ചിൻ്റെ ടയറാണ്. ഈ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2 വേരിയൻറ്റിനകത്താണുള്ളത്. അതായത് ശരിക്കും വേണമെങ്കിൽ 3 വേരിയൻ്റ് എന്ന് പറയാം. 2 വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസ്ക് വേരിയൻറ്റും അതുപോലെ തന്നെ ഒന്ന് ഡ്രം വേരിയൻറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിസ്ക് വേരിയൻ്റാണ്. ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതിനാണ് നമ്മൾ ഡ്രം വേരിയൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് വിത്ത് ഒരു USB ചാർജിങ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. ആ ഒരു സിസ്റ്റം അത് ഞാൻ പറയാം, അതൊരു വേരിയൻ്റ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പാഷൻ പ്രോയിനേക്കാളും 9% പുതിയ പാഷൻ പ്രോയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ടെറയിലേക്ക് പോകുന്ന സമയത്തും നമുക്ക് നിഷ്പ്രയാസം ഈ വാഹനമായിട്ട് കയറി ചെല്ലാം എന്നുള്ളതാണ്. ഇനി നമ്മൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് നമുക്കൊരു 100 cc എഞ്ചിൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ 113 cc എഞ്ചിനാണ്. ഒരുപാട് FI ടെക്നോളജി, I3S ടെക്നോളജി തുടങ്ങിയിട്ടുള്ള കൂടിയൊക്കെ വന്നിട്ടുണ്ട്. 9.02 PS പവറും 9.79 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് പുതിയ BS6 എഞ്ചിൻ, ഇത് BS6 എഞ്ചിൻ ആട്ടോ. അപ്പോൾ BS6 എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ കാറ്റലിക് കൺവേർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കാണാം ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് BS6ലേക്ക് വന്നുകൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് FI എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. FI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓൺ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ, ഇഗ്നിഷൻ ഓൺ ചെയ്യാൻ പോവാണ് ഉണ്ടോ, ഒരു എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് I3S ടെക്നോളജിയുടെ ഒരു ബാഡ്ജ് കാണാം. I3S ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാറുകളിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഓട്ടോ ഹൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം അത് ഇതിനകത്തും, അതായത് പുതിയ പാഷൻ പ്രോയുടെ അകത്തും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ വാഹനത്തെ ഐഡിലേക്ക് ആക്കുകയും അതുവഴി നമുക്കൊരു മൈലേജ് ലാഭിക്കുകയും ചെയ്യാം. മൈലേജ് ലാഭിക്കുക എന്ന് പറഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 68 to 72 ആ ഒരു റേഞ്ചിലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 65 km/ലിറ്റർ എന്നുള്ള രൂപത്തിലൊക്കെ നമുക്കിതൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ അതിനേക്കാളും കൂടുതൽ കിട്ടും എന്നല്ല ഉദ്ദേശിക്കുന്നത്. കമ്പനി പറയുന്ന ആ ഒരു റേഞ്ച് ഇതും കൂടി ചേർത്തിടണം. അപ്പോൾ ഈ ടെക്നോളജി കൂടി ചേർത്തിട്ടുള്ള റേഞ്ചാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇവിടെ നമുക്ക് സൈലൻസറിൻ്റെ ഭാഗം കാര്യങ്ങളൊക്കെ കാണാം. സൈലൻസറിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ കാര്യമായ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സസ്പെൻഷൻ കാണാം. സസ്പെൻഷൻ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ റെഡ് ഭാഗം കൊടുത്തിട്ടുള്ള സസ്പെൻഷൻ ഉണ്ട്. ബ്രേക്കും ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ടയറുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ട്യൂബ്ലെസ് ടയറുകൾ കേട്ടോ ഈ വാഹനത്തിനകത്ത് ഉപയോഗിക്കുന്നത്, അതുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഇവിടെ ഹീറോ മോട്ടോർ കോർപ്പ് എന്ന് പറഞ്ഞിട്ട് 2 ബാഡ്ജും കാര്യങ്ങളൊക്കെ കാണാം. ടൈൽ ലാമ്പ് LED ആണ്. LED ആകുമ്പോൾ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പാഷൻ പ്രോയുടെ ആ ഒരു സിഗ്നേച്ചർ ഇതിനകത്ത് നിലനിർത്തിയിട്ടുണ്ടെന്ന് പറയാം. ആ തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ റിഫ്ലക്ഷൻ യൂണിറ്റും ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനുള്ള ഭാഗവും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ അതിൻ്റെ ഭാഗം കാണാം. നമ്മുടെ മഡ് ഗാർഡിൻ്റെ ഭാഗം ഒക്കെ അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിൽ ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേഡീസൊക്കെ ഇരിക്കുന്ന സമയത്ത് സാരി ഗാർഡ്, അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ 2 ഫുഡ് റെസ്റ്റുകൾ കാണാം. ഗിയർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. 5 സ്പീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിലാണ് നമുക്കിതിൻ്റെ ഒരു ആകാര ഭംഗിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ
എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പം ബാക്കിൽ കുറച്ച് ഉന്നീട്ടുള്ള സെറ്റപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫാമിലിക്കൊക്കെ ഇരിക്കുന്നതിൽ ചെറിയൊരു കംഫർട്ട് പ്രശ്നം ഫീൽ ചെയ്തേക്കാം, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. പക്ഷേ ആ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിലിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി നൈസ്, എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് പറയാം. പ്രായമുള്ള ആളുകളാണ് അധികം ബാക്കിൽ പിടിച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അപ്പം അങ്ങനെ പറയാം. പിന്നെ അതുപോലെ തന്നെ ടാങ്കിനെ കുറിച്ച് പറയുമ്പോൾ 10 ലിറ്റർ ഫ്യൂൽ കപ്പാസിറ്റിയാണ് ഈ ടാങ്കിനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ടാങ്കിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കിയിട്ടുണ്ട്, പക്ഷേ നല്ല രസമുണ്ട് കാണാനെന്നുള്ളതാണ്. അതിന് ഈ ഡിസൈനും ഇതെല്ലാം കൂടി വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ ഈ ട്രിപ്പിൾ ടോൺ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ പാഷൻ എന്നിവിടെ കൊടുത്തിട്ട് പ്രോനെ കൊടുത്തേക്കുന്ന രീതിയുണ്ടോ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഇനി മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നിഷൻ ഓൺ ചെയ്തു. ഇവിടെ നമുക്ക് i3s ടെക്നോളജി ഓൺ ഓഫ് ചെയ്യുന്നൊരു ബട്ടൺ കാണാം. അതുപോലെ തന്നെ പ്ലസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനലോഗും ഡിജിറ്റലും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് നമ്മുടെ ഓഡോമീറ്റർ, അതുപോലെ ട്രിപ്പ് മീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, കിലോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടൊരു സംഭവം റെഡ് കളർ. ഈ റെഡ് കളർ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാൻഡിലാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് നമ്മൾ നൈസായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ, അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ കാണാം. കീഴ് സെറ്റപ്പും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ്, മിറേഴ്സ് കാര്യങ്ങൾ, ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് പറയാനില്ല. ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ടൺ, അതായത് നമ്മുടെ സെൽഫ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹോൺ കാണാം, ഇതാണ് ഹോൺ വരുന്നത്. ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ്, അതുപോലെ തന്നെ ഫ്ലാഷ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഹാൻഡിൽ ഗ്രിപ്പൊക്കെ ഉള്ള ഒരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സ്റ്റാൻഡേർഡായിട്ട് ക്രമീകരിച്ചിട്ടുള്ള തരത്തിലാണ് ഇതിനകത്ത് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട് കാണാം. അപ്പോൾ ഇതിനാണ് ഹീറോ മോട്ടോർ കോർപ്പ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ പാഷൻ പ്രോയെ കുറിച്ച് വളരെ പെട്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളത്. ശരിക്കും നേരത്തെ ഉണ്ടായിരുന്ന പാഷൻ പ്രോയിനേക്കാളും ഒരുപാട് മാറ്റങ്ങൾ ഡിസൈൻ്റെ കാര്യത്തിൽ, ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ, എഞ്ചിൻ്റെ കാര്യത്തിൽ, ഡിസൈൻ തന്നെ ആകെ അടിമുടി ഉടച്ചു വാർത്ത് വന്നിട്ടുള്ള ഒരു മോഡലാണെന്ന് പറയാം. മാത്രമല്ല ചേസിസ്, ഒരു ഡയമണ്ട് ഫ്രെയിം ചേസിസിനകത്താണ് പുതിയ പാഷൻ പ്രോ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ്. അതും റൈഡിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരും. അപ്പം സസ്പെൻഷനിൽ വന്നിട്ടുള്ള മാറ്റം, എഞ്ചിനിൽ വന്നിട്ടുള്ള മാറ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൈഡിൻ്റെ കാര്യത്തിലും നല്ല വ്യത്യാസം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ നമുക്ക് സൗണ്ട് ഒന്ന് കേൾക്കാം. ഇതാണ് ഇപ്പം ശരിക്കും ഈ വാഹനത്തിൻ്റെ സൗണ്ട് വരുന്നത്. അടിപൊളിയല്ല, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ടാണെന്ന് പറയാം. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കര റിഫൈൻഡ് ആക്കിയിട്ട് എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കാനുള്ളത്, ഈ ബൈക്ക് റൈഡ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാഷൻ പ്രോയും ഇപ്പോഴത്തെ പാഷൻ പ്രോയും നമ്മൾ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ, എഞ്ചിനിലും സസ്പെൻഷനിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാര്യമായിട്ട് റൈഡ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഞാൻ കയറി ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാലും കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ, അതായത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും പറ്റുന്നുണ്ട്. സ്റ്റിയറിങ് ഹാൻഡിൽ നല്ല പൊസിഷനിലൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടുന്നുള്ളത്. ഞാനെന്ന് പറയുമ്പോൾ ഞാൻ നല്ല ഹൈറ്റുള്ള ആളാണെന്നുള്ളൊരു ഓർമ്മ വരണം. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ ബാക്കി വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോഴേ നമ്മൾ ഈ ബൈക്കായിട്ട് ഒന്ന് ഡ്രൈവിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ലൈഫിൽ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ളൊരു കൺസിഡറേഷനിലാണ് നമ്മൾ പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ പാഷൻ പ്രോ, ഇപ്പോൾ നമ്മളൊരു നല്ല കച്ചറ റോട്ടിലൂടെയാണ് ഓടിക്കുന്നത്. അങ്ങനെ സസ്പെൻഷനിൽ വന്നിട്ടുള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ആ ഒരു 14% ഇമ്പ്രൂവ്മെൻറ്റ് നല്ല രൂപത്തിൽ നമ്മളെ റൈഡ് ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവർ തരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ BS6 വന്നുകൊണ്ട് തന്നെ എൻജിൻ റിഫൈൻമെൻറ്റും അത്യാവശ്യം നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്ലസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, നല്ല രസമുള്ളൊരു സൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പൊസിഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നീളമുള്ള ഒരാളാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ശരിക്കും ഒരു ഡെയിലി ലൈഫ്, ഇപ്പോൾ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനത്തെ ആളുകൾക്ക്, അതുപോലെ തന്നെ അത്യാവശ്യം ടൗണിലേക്കൊക്കെ കറങ്ങാൻ ഇറങ്ങുന്നു, അങ്ങനത്തെ ആളുകൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ്. പിന്നെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ തന്നെ മൈലേജ് ഭയങ്കര ടോക്കിംഗ് പോയിന്റ് ആണല്ലോ. അത് വെച്ച് നോക്കുന്ന സമയത്ത് 65 km/ലിറ്റർ എന്നുള്ളത് ഒരിക്കലും മോശമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭയങ്കര നല്ലൊരു മൈലേജ് തന്നെയാണ്. സിറ്റിയിലൂടെയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനുവൽ ചെയ്ത് കൊണ്ടുപോകാം. അതായത് ഇപ്പോൾ ഒരു വണ്ടി ഉണ്ടപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യണം, അപ്പോൾ ഉണ്ടാവും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ഭയങ്കര വെയിറ്റുള്ളൊരു വണ്ടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരം ആളുകൾക്കും വളരെ ഈസി ആയിട്ട് അവരുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് തന്നെ നമുക്ക് പറയാം. ടേൺ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയില്ലേ, ആ ഒരു പരിപാടി അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഗിയറും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു ഫോൾ പ്ലേ ഒന്നും വരുന്നില്ല, അതായത് പെട്ടെന്ന് ന്യൂട്രലിലേക്ക് ചാടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. കുറച്ചുകൂടി ഈസി, അതായത്
നമുക്കൊരു ഫീലുണ്ട് ഗിയർ മാറ്റുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. ഒരു 60-70 km/h വേഗതയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത് ഡ്രൈവ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് പാഷൻ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ട്, ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ടും ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളത്. 93,000 രൂപ മുതലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതൊരു ഡ്രമ്മിന്. പിന്നെ നമുക്ക് ഡിസ്കിലേക്ക് വരുമ്പോൾ 94-95 ആ ഒരു റേഞ്ചിലേക്ക് വരും. പിന്നെ നമുക്ക് 97, അതായത് USB ഓപ്ഷൻ ഉള്ളതിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം 95-96 ആ റേഞ്ചിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും, അതായത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏത് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ, അതായത് ഡീലർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് ആൻഡ് കോൺഫിഡൻറ്റ് ഡ്രൈവാണ്, അതും കൂടി എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മളിപ്പോൾ സിംഗിളായിട്ടൊരു ഹൈവേയിലൂടെ 60-70 km/h വേഗതയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത്യാവശ്യം നല്ല ഹൈവേയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നല്ലൊരു കോൺഫിഡൻസും അതുപോലെ തന്നെ ഒരു ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് ക്വാളിറ്റി. അപ്പം ഇത് ആർക്കൊക്കെ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 60-70 എന്നുള്ള രൂപത്തിൽ സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഡെയിലി ലൈഫിൽ ഇപ്പം ഓഫീസിലേക്ക് പോകുന്നു, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു, അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒക്കെ ഇത് പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ മാർക്കറ്റിംഗ് പർപ്പസുകൾക്ക്, അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു സാധനം പറ്റും. കാരണം ഇപ്പം മാർക്കറ്റിംഗ് ആവശ്യാർത്ഥം ഏത് ഈട് വഴിയിലൂടെയും മറ്റുമൊക്കെ അനായാസേന സഞ്ചരിക്കാൻ ഈ ഒരു വാഹനത്തിന് കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലാണ് ഹീറോ മോട്ടോർ കോർപ്പ് ഈ ഒരു വാഹനത്തെ ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ്. അതുപോലെ തന്നെ പാഷൻ പ്രോ ഓടിക്കുന്ന സമയത്ത് നമുക്ക് പറയേണ്ട ഒരു കോൺസെപ്റ്റാണ് ഓട്ടോ സെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലോ തേർഡ് ഗിയറിലോ ആണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ചില സിറ്റുവേഷനിൽ ആക്സിലറേഷൻ കൊടുക്കാതെ തന്നെ നമുക്ക് വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതാണ് ഓട്ടോ സെയിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ശരിക്കും സെക്കൻഡ് ഗിയറിനകത്തും തേർഡ് ഗിയറിനകത്തും മാത്രമാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു റഷ് ആയിട്ടുള്ള റോട്ടിലൂടെയൊക്കെയാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ആക്സിലറേഷൻ വന്നും കൈയെടുത്ത് ഓടിക്കാമെന്നുള്ളതാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും രണ്ട് കൈയും സ്റ്റിയറിംഗിൽ വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ശരിക്കും സേഫ്റ്റിക്ക് പറ്റിയൊരു കാര്യം. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വലത് കൈ നമുക്ക് റിലീസ് ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഓട്ടോ സെയിൽ എന്ന് പറയുന്ന മെത്തേഡ് സഹായിക്കുമെന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇത്തരം ഫീച്ചേഴ്സുകളും ഇത്തരം ഫെസിലിറ്റികളും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പാഷൻ പ്രോ ഇത്രയും സമയം അല്ലെങ്കിൽ ഇത്രയും കാലം അല്ലെങ്കിൽ ഡീക്കേഡ്സുകളായിട്ട് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ ഏറ്റവും സെല്ലിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ഒന്ന് ആണോ വളരെ പെട്ടെന്ന് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റുന്നത് കേട്ടോ, അതിനൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പീഡിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുണ്ടോ ഈസി ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ആണോ അത്യാവശ്യം നല്ല റേഞ്ചിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മൊത്തത്തിൽ ഇത്രയാണ് നമുക്ക് ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ പാഷൻ പ്രോ എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വണ്ടി ഒന്ന് വെറുതെ എത്ര എഫേർട്ട് ഉണ്ടെന്ന് അറിയണമല്ലോ. പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഒറ്റ ഇതിനകത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, കുഴപ്പമില്ല കേട്ടോ, നല്ല സ്മൂത്ത് ബ്രേക്കിംഗ് ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബ്രേക്ക് കൊണ്ട്. നമ്മളൊരു കയറ്റത്തിലാണ് ബ്രേക്ക് ചെയ്ത് പിടിച്ച് നോക്കിയത്, നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്ക് ആണല്ലോ ബ്രേക്കിങ്ങിൽ കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് അത് ഇതിനകത്തുള്ളതുകൊണ്ട് പിന്നെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ ഫേസോട് കൂടി വന്നിട്ടുള്ള ഏറ്റവും പുതിയ പാഷൻ പ്രോ, അതിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.